സ്നേഹമുള്ളവരെ, ദൈവരാജ്യവും സ്വർഗരാജ്യവും നാം പലപ്പോഴും കേൾക്കുന്ന ശബ്ദങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് പലപ്പോഴും നിർവചിക്കപ്പെടുന്നുമുണ്ട്. എന്നാൽ എന്താണ് കാര്യമെന്ന് പല ആളുകൾക്കുമല്ല, ഭൂരിപക്ഷം ആളുകൾക്കും അറിയാൻ പാടില്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ റോമ 14:17 അത് ഭക്ഷണവും പാനീയവുമല്ല, അത് സത്യത്തിലും നീതിയിലുമുള്ള ജീവിതവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആനന്ദവുമാണ് എന്ന് പൗലോസ്ലീഹ എഴുതി വച്ചിട്ടുണ്ട്. ദൈവരാജ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് തന്നെയാണ് അതിനുള്ള ഉത്തരം. ദൈവരാജ്യം ഭൗതികമായ ചില കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല. അതാണ് ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും ജീവിത സൗകര്യങ്ങളിൽ നിന്നും ഉള്ള ഒരു യാഥാർത്ഥ്യമല്ല എന്ന് പൗലോസ്ലീഹ അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന അതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ ശമയോൻ എന്നയാൾ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും മുമ്പിൽ പണം വെച്ചിട്ട് എനിക്ക് നിങ്ങൾ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ നിന്നോടുകൂടി നിൻ്റെ നാണയത്തൊട്ടകളും നശിച്ചു പോകട്ടെ എന്ന് പത്രോസ്ലീഹ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് ആത്മാവിനെ നേടാൻ പറ്റുകയില്ല. ആത്മാവ് നൽകുന്ന ദൈവരാജ്യവും സ്വന്തമാക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ദൈവരാജ്യം നമ്മളിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്? അത് കൗദാശിക സ്വീകരണം വഴിയായിട്ടാണ്. കൗദാശിക സ്വീകരണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നത് കൂദാശകൾ വഴിയായിട്ടാണ്. 7 കൂദാശകളാണല്ലോ നമുക്കുള്ളത്, കത്തോലിക്ക സഭയ്ക്കുള്ളത്. ആ 7 കൂദാശകളും നമ്മെ വിശുദ്ധീകരിക്കുന്നതിൽ, ദൈവത്തോട് അടുപ്പിക്കുന്നതിലെല്ലാം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അനുഭവം നൽകുന്നത് 3 കൂദാശകളിലൂടെയാണ്, അല്ലെ 3 കൂദാശകളാണ് നമുക്ക് നൽകുന്നത്. മാമോദീസ, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന, ഈ 3 കൂദാശകൾ. ആ കൂദാശകളെ സഭാപ്രവേശക കൂദാശകൾ എന്നാണ് പറയുന്നത്. സഭയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അത് മാത്രമല്ല, പരിശുദ്ധ ത്രിത്വത്തിലേക്കുള്ള ബന്ധത്തിൽ, കാൽവയ്പിൽ, അടിസ്ഥാനത്തിൽ നമ്മെ ബന്ധിപ്പിക്കുന്ന, അടുപ്പിക്കുന്ന കൂദാശകൾ കൂടിയാണ്. ഈ കൂദാശകൾ, അതായത് മാമോദീസായും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും സ്വീകരിക്കുമ്പോഴാണ് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുമായിട്ടുള്ള ബന്ധവും നമ്മിൽ രൂഢമൂലമാകുന്നത്, സംസ്ഥാപിതമാകുന്നത്. പരിശുദ്ധത്വത്തിലെ 3 ആളുകളുമായിട്ടുള്ള ബന്ധം തമ്മിൽ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരുന്നത്. അത് കൗദാശികമായ പ്രസാദവരം നൽകുന്നു, നമ്മെ ദൈവരാജ്യത്തിന് അവകാശികളാകുന്നു, സ്വർഗരാജ്യത്തിനും അവകാശികളാകുന്നു. ദൈവരാജ്യവും സ്വർഗരാജ്യവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ദൈവരാജ്യം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് മരണശേഷം മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. സ്വർഗരാജ്യം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? സ്വർഗരാജ്യം ലഭിക്കുന്നത് മരണശേഷം നമ്മുടെ തനത് വിധി കഴിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിലും നമ്മുടെ മനസാക്ഷിയുടെ മുമ്പിലും കുറ്റമറ്റവരാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ നമുക്കൊരു വിധി എഴുതുന്നു. ആ വിധി എന്ന് പറയുന്നത് ഒന്നീ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക്. 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. ആ 3 വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ, അതിന് നാം വിധിക്കപ്പെടുകയാണ്. നമ്മൾ നമ്മളെ തന്നെ വിധിക്കുന്നു, അല്ലെങ്കിൽ ദൈവം വിധിക്കുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നിത്യമായി കിട്ടുന്ന സൗഭാഗ്യമാണ്, ദൈവത്തോടുകൂടി ഐക്യമാണ് സ്വർഗരാജ്യം. ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവം അത് കാലികമായിട്ടുള്ള ഒരു ശിക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള വിധി വഴിയായി നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയാണ്. അതാണ് നമ്മൾ നിത്യമായിട്ടുള്ള ശിക്ഷയെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് നിത്യമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. അവിടെ പിന്നെ ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വഴിയില്ല. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആളുകൾക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നരകവും ശുദ്ധീകരണ സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം.
ശുദ്ധീകര സ്ഥലം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥലകാലങ്ങളോട് ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വർഗരാജ്യം ദൈവത്തോടു കൂടിയുള്ള നിത്യമായിട്ടുള്ള പരമമായിട്ടുള്ള ബന്ധവും ഐക്യവും സ്നേഹവും ഒന്നിപ്പും തന്നെയാണ്. അതാണ് നമുക്ക് ജീവിതത്തിൽ നേടാനുള്ളത്. അത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പുകാലം നമ്മൾ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെടാൻ തയ്യാറാകേണ്ടത്. താങ്ക് യു.